അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് രാത്രി മുഹ്സിന തൻ്റെ റൂമിൽ തനിച്ചിരിക്കുമ്പോൾ അവൾ അറിയാതെ വിതുമ്പിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, താൻ ഫോണെടുത്തിട്ട് സിനുവിനെ നോക്കുമ്പോൾ ഓൺലൈനിൽ കാണുന്നേയില്ല. എപ്പോഴോ പോയിട്ടുണ്ട്. കോൾ ചെയ്ത് നോക്കി, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. തന്നോട് തീരെ ഒരു മൈൻഡില്ലാത്ത പോലെ. പഠിച്ചവനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എനിക്കറിയുന്നില്ല. പഠിച്ചവനെ, സിനു എന്നെ വെറുത്തോ? സിനു എന്നെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഈ ദുനിയാവിൽ എന്നോട് സ്നേഹമുള്ളവരുണ്ടാകുക? എൻ്റെ ജീവിതത്തിന് എന്താണൊരർത്ഥം? അവൾക്ക് ആ പാതിരാത്രി ഉറക്കം വന്നതേയില്ല. സാധാരണയായി ഈ സമയത്ത് ഒന്ന് ഫോൺ എടുത്താൽ, ഒന്നറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സിനു വീഡിയോ കോൾ ചെയ്യും, അല്ലെങ്കിൽ ചാറ്റിങ്. അതൊന്നുമില്ല. എന്തെന്നറിയില്ല, മൊത്തത്തിൽ എനിക്കാകെ ഭയമാകുന്നു. പഠിച്ചോനെ, ഞാൻ പോയതിൽ പിന്നെ സിനുവിൻ്റെ മനസ്സ് മാറിയോ? ഇന്നലെ വരാൻ പറ്റാത്തത് മറ്റൊന്നുമല്ലായിരുന്നു, ഇക്കാക്ക് ഒഴിവില്ലാത്തത് കാരണം. അതുകൊണ്ട് തന്നെ ഇന്ന് വേഗം എത്തുകയും ചെയ്തു. ഉമ്മാക്കും തന്നെ തന്നോട് എന്തൊക്കെയോ ഒരു സുഖമില്ലാത്ത പെരുമാറ്റം. പിന്നെ ആകെ എനിക്ക് ആശ്വാസമായിട്ടുള്ളത് മോൾട്ടിത്തയുടെ മക്കളാണ്. അവരെ കാണുമ്പോഴാണ് എനിക്ക് പിന്നെ സമാധാനമായത്. ഇതിപ്പോൾ എന്താ ഉമ്മയും മോനും മിണ്ടാതായോ? എനിക്കറിയുന്നില്ല. ഇത് വീട്ടിൽ പറഞ്ഞാലോ? വേണ്ട, എൻ്റെ വീട്ടുകാർ വേദനിക്കും, വിഷമിക്കും. പാവണ്ട് ഇക്കാക്ക് ഇനി ഒരിക്കൽ കൂടി എന്നെ കല്യാണം കഴിച്ച് വിടാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. ഇത്തയുടെ പ്രസവം കാര്യങ്ങൾ കടം ഇഷ്ടം പോലെ ഉണ്ടാവും. അവൾ ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എല്ലാം ഒരു ശൂന്യത. മറ്റത് ഒരു സന്തോഷമായിരുന്നു. സിനുവിൻ്റെ വീഡിയോ കോൾ അടുത്ത് വെച്ചിങ്ങനെ കണ്ട് ആ ഒരു പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. ഇപ്പതാ എല്ലാവരും കൂടി എന്നെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എല്ലാവർക്കും വിഷമമുള്ള രാത്രിയായിരിക്കുമോ? ചീവീടുകൾ കരയുന്ന ഈ ഒരു രാത്രി? അതോ എനിക്ക് മാത്രമാണോ? അവൾ വീണ്ടും ഫോൺ എടുത്ത് നോക്കി. ഇല്ല, ഓൺലൈനിൽ തന്നെ കാണുന്നില്ല. അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ ഓടി വരും, എൻ്റെ മുത്തേ എന്ന് പറഞ്ഞ്. ഒന്നും വേണ്ടില്ലായിരുന്നു, ഒരു കോള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര വേദനയില്ലായിരുന്നു. എന്തു പറ്റിയാവോ? അവൾ കരഞ്ഞു ദ്വാ ചെയ്തു. പഠിച്ചോനെ, എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റെന്ന് വെച്ചാൽ ഉമ്മ വരാൻ പറഞ്ഞ് അന്ന് വന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ എത്തി. അതും ഇക്കയുടെ സൗകര്യക്കുറവ് മൂലമാണ്. മദ്രസ കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ കൊണ്ടാക്കിയതും. പഠിച്ചോനെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. സിനു പിണങ്ങിയാൽ എനിക്ക് സഹിക്കില്ല കേട്ടോ. എനിക്കത് വളരെയധികം എൻ്റെ മനസ്സിൽ വേദന സൃഷ്ടിക്കുന്നുണ്ട്. രാത്രി ഇരുള് മൂടിക്കൊണ്ടിരുന്നു. അവൾക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല. പലതവണ ഫോൺ എടുത്തു നോക്കി, വിളിച്ചു നോക്കി. നോ റെസ്പോണ്ടൻസ്. എന്നാലും ആ വാട്സപ്പെങ്കിലും ഒന്ന് തുറന്നിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്ത സമാധാനം ഉണ്ടായിരുന്നു. അവളതാ അതിൽ മെസ്സേജ് അയച്ചിരുന്നു. പ്രിയപ്പെട്ടൻ്റെ സിനു, എനിക്ക് ഭയമാകുന്നു. എന്തു പറ്റി സിനു? ഞാൻ സിനുവിനെ വിചാരിച്ച് മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എൻ്റെ ആകെ ഒരു പ്രതീക്ഷയും ആകാംക്ഷയും നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ എന്നോട് പിണങ്ങിയാൽ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? എനിക്കറിയുന്നില്ല. പ്ലീസ്, എന്തെങ്കിലും ഒരു ഉത്തരം. ഇതുവരെ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ, ഇനി മുതലില്ലെങ്കിലും ഇതുവരെ എന്നെ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എന്തെങ്കിലും റീപ്ലൈ തരണം. ദയവായി അപേക്ഷയാണ്. നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലെങ്കിൽ ഞാനിവിടെ നിന്ന്. അവൾക്ക് ആ വരികൾ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അവൾക്കറിയാം അതെല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നുള്ളത്. അതുമാത്രമല്ല, പ്രത്യേകിച്ച് ഉമ്മാക്കും. രാത്രിയുടെ ആ യാമങ്ങളിൽ അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. സാധാരണയായി ഈ സമയത്തെല്ലാം എനിക്ക് ഹാപ്പി ആയിരിക്കും. ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോഴും എന്നോട് സിനു എപ്പോഴും പറയും, മുഹ്സി, ഉമ്മ അങ്ങനെ പലതും പറയും, അതൊന്നും നീ വിഷയാക്കണ്ട, നിനക്ക് ഞാനില്ലേ പൊന്നെ. നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാനുണ്ടാകുമ്പോൾ നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉമ്മ അങ്ങനെ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ. അത് ഉമ്മയുടെ ഒരു ശീലമാണ്, അത് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ എന്നെ നോക്കിയാൽ മതി. നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്
നിനക്ക് നല്ല സ്നേഹത്തോടു കൂടിയുള്ള ജീവിതം, സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം എല്ലാം തരുന്നത് ഞാനുണ്ടല്ലോ. പിന്നെന്തിനാ ഭയക്കുന്നത്? ഞാൻ എപ്പോഴും നിന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, എനിക്കും നിന്നെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നിന്നെ വിളിക്കണം, പെട്ടെന്ന് നിന്നെ ഒന്ന് കാണണം എന്നൊക്കെ തോന്നുമ്പോൾ എത്ര സൗകര്യമല്ലേ. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരുന്നു. ഹോ, അന്ന് ഗൾഫിലൊക്കെ പോയി എത്തിയെന്ന് പറയാൻ 15 ദിവസം കഴിഞ്ഞിട്ട് ഒരു കത്ത് കിട്ടും. അതുവരെ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരിക്കും അവരുടെ വൈഫും അവരുടെ ഫാമിലിയൊക്കെ. ഇപ്പോഴൊക്കെ എന്ത് സുഖം, എപ്പോൾ വേണമെങ്കിലും കണ്ട് സംസാരിക്കാം. അങ്ങനെയൊക്കെ. ആദ്യമൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അറിയൽ കുട്ടിയുടെ 15ൻ്റെ അന്നായിരിക്കും. കാരണം എന്താ? അന്നായിരിക്കും ഇത് ലെറ്റർ അവിടെ കിട്ടുക. അതുകൊണ്ട് എന്നാലും അതിനൊക്കെ വലിയ രസം ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാം. അന്നൊക്കെ ഒരുപാട് പായകളിലായിട്ട് കത്തുകൾ എഴുതും, ഒരുപാട് അനുഭവങ്ങൾ വെച്ചുകൊണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അന്നത്തെ കാലം അങ്ങനെ ക്ഷമിക്കാൻ പഠിച്ചവരാണ് അന്നത്തേത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഒരു നിമിഷം ഓൺലൈനിൽ കാണാഞ്ഞാൽ, ഒരു നിമിഷം വീഡിയോ കോൾ ചെയ്യാഞ്ഞാൽ ടെൻഷനാണ്. എന്ത് പറ്റിയാവോ, ഇന്ന് എന്ത് പറ്റിയാവോ, ഹേയ് എനിക്കറിയുന്നില്ല. എന്നാലിപ്പോൾ എന്താ വിളിക്കാത്ത? അങ്ങനെയായിരിക്കും സിനു. നമ്മളൊക്കെ യുഗം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി യുഗമാണ്. കാരണം എന്തൊന്നുമല്ല, എത്രയോ ദൂരെ കിടക്കണം നിന്നെ കാണാൻ, നിൻ്റെ ആ കണ്ണും മുഖവും ഒന്ന് കാണാൻ. അതൊക്കെ എനിക്ക് ഇവിടെ ഇരുന്ന് സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ പ്രത്യേകമായിട്ട് ഒരു അനുഗ്രഹം തന്നെയാണല്ലോ നമുക്കൊക്കെ ഉള്ളതല്ലേ. അതെ സിനു, ശരിയാണ്. എത്ര ദൂരത്താണല്ലേ, എന്നാലും ഒരു അത്ഭുതം തന്നെ. ഇത്ര ദൂരത്ത് നിന്ന് ഞാൻ സിനുവിനെ ഇവിടെ റൂമിൽ കാണുന്നു. അതുപോലെ തന്നെ ഈ റൂമിൽ കിടക്കുന്ന എന്നെ സിനു അപ്പുറം കാണുന്നു. അതും കടലും കടന്ന് എത്രയോ ദൂരം. ഓരോ അത്ഭുതം തന്നെ. പഴയ കാലത്തൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ശരിയാണ്, എല്ലാം പഠിച്ചവൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ, അല്ലാതെ എന്താ. അതെ, അതുകൊണ്ട് തന്നെ ടെൻഷനില്ല കേട്ടോ. എപ്പോഴും കാണാമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. പഴയ കാലത്തൊക്കെ റബ്ബേ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മക്കൾ വരെ ഉപ്പയെ മറക്കുന്ന ഒരു രീതി. കാരണം എന്താ, കാണുന്നില്ലല്ലോ. അങ്ങനത്തെ കാലങ്ങളുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഈ ഒരു യുഗത്തിലേക്ക് കടന്ന് നമ്മളൊക്കെ ടൈമായിപ്പോൾ എല്ലാം സെറ്റായില്ലേ. അല്ലാതെ പിന്നെ എങ്ങനെ സിനിമ നിൽക്കുക? എനിക്ക് കഴിയില്ല കേട്ടോ സിനിമനെ കാണാതെ നിൽക്കാനും ശബ്ദം കേൾക്കാതിരിക്കാനും. പഴയ കാലത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? 15 ദിവസത്തിന് ഞാൻ നിനക്കൊരു ലെറ്റർ എഴുതും. സിനു എന്ത് പറയുന്നത്, പ്ലീസ്. അല്ല, ഒന്ന് ഊഹിച്ച് നോക്ക്, നിനക്ക് കഴിയുമോ? ഇല്ല കേട്ടോ, ഒരിക്കലും കഴിയൂല. സിനുവിൻ്റെ ശബ്ദം കേൾക്കാതെ എനിക്കൊരു ദിവസം പോലും നിൽക്കാനും ഇഷ്ടമല്ല. അതുപോലെ തന്നെ കാണാതിരിക്കാനും കഴിയില്ല. നീ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, അങ്ങനെയൊന്നും ആയിപ്പോവരുതേ. നീ നെറ്റ്വർക്ക് കണക്ഷൻ കട്ടായി പോയെങ്കിൽ പോലും എനിക്ക് എങ്ങനെയെങ്കിലും വഴിയിലൂടെ വിളിക്കണം, കാണണം, അതെനിക്ക് നിർബന്ധമാണ്. അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. എൻ്റെ കൊച്ചു പെണ്ണിനെ ഉപേക്ഷിച്ച് ഞാനെങ്ങനെ ഇവിടെ നിൽക്കുമോ? നീ എന്താടി പറയുന്നത്? ഇൻഷാ അല്ലാ എന്നെക്കൊണ്ട് കഴിവുണ്ടെങ്കിൽ എന്നും ഞാൻ 2-3 നേരം നിനക്ക് വിളിച്ചിരിക്കും. പിന്നെ കുറച്ചൊരു ലിമിറ്റേഷൻ വേണമെന്ന് വെച്ചാൽ ഉമ്മ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചു ലിമിറ്റ് വേണമല്ലോ. മറ്റേത് ചില പ്രവാസികളുടെ ഭാര്യമാരൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ പെട്ട എത്രയോ ആളുകൾ ബെഡ്റൂമിൽ അവിടെ ഫോൺ വെക്കും, കിച്ചണിൽ വെക്കും. എവിടെയാണ് അവർ ജോലി ചെയ്യുന്നത് അവിടെ വീഡിയോ കോളാണ്. ഭർത്താവ് ചെയ്യുന്നതും ഭർത്താവ് പണിയെടുക്കുന്നതും ഭർത്താവിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ തൊട്ടപ്പുറത്തല്ല കടലിനക്കരെ ഇരുന്നു കൊണ്ട് സ്വന്തം ഭാര്യ അടുക്കളയിൽ നിന്ന് കാണാണ്, റൂമിൽ നിന്ന് കാണാൻ ഭാര്യ എന്തൊക്കെ ജോലി എടുക്കുന്നുണ്ട് അതൊക്കെ ഭർത്താവും. അങ്ങനെ അവരൊരു വീട്ടിലെന്ന പോലെ സംസാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ. ശരിക്കൊരു സാന്നിധ്യം ഉറപ്പാക്കുകയാണല്ലോ അല്ലേ. സിനു, എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായതും നന്നായി. അവൾ അതെല്ലാം ഓർത്തു. സിനാൻ എന്നോട് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ഒരു ദിവസം പോലും വിളിക്കാതിരിക്കില്ല, കാണാൻ കഴിയാതിരിക്കില്ല, അല്ലെങ്കിലും കൂടുതലായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അവൾ തൻ്റെ അയൽവാസിയുടെ ഒരു കഥ കേട്ടു. വളരെയധികം സ്നേഹത്തോടെയായിരുന്നു ജമാലും ഹഫ്സയും ജീവിച്ചിരുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ജമാലിന് അവളോട് എന്തെന്നില്ലാത്ത സ്നേഹം, ഹഫ്സക്കും അതെ. പക്ഷേ
ഹഫ്സക്ക് ജമാൽ വിട്ടുപിരിയുന്നത് ഇഷ്ടമല്ലായിരുന്നു. ജമാലിനും അതെ. ഹഫ്സയെ ഒരു ദിവസം പോലും വീട്ടിലേക്ക് വിടാൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ ഹഫ്സ, നീയില്ലാത്ത ജീവിതം എനിക്ക് കഴിയില്ലടി. അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ വരെ ഒന്ന് പോയി പോരുകയാണ് പതിവ്. അല്ലെങ്കിൽ രണ്ടുപേരും അവിടെ നിൽക്കുകയും ചെയ്യും. ഒരു ദിവസമൊക്കെ നാട്ടിലെ വലിയ പണക്കാരനായിരുന്നു ജമാൽ. ജമാലിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ഹഫ്സയുടെയും ഇരുവരും നല്ല ഹൈ ലെവൽ ടീം. അങ്ങനെ തന്നെയാണ് കല്യാണം ഉണ്ടാക്കിയതും. സുന്ദരിയായ ഹഫ്സ, സുന്ദരനായ ജമാൽ. എല്ലാവരും പറഞ്ഞു അവർ ജോഡി നല്ല ചേർച്ചയാണെന്ന്. അങ്ങനെ ആഡംബരപൂർവ്വം അവരുടെ കല്യാണം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തോളമായപ്പോൾ തന്നെ ജമാൽ പറഞ്ഞു, എൻ്റെ ഹഫ്സ എന്തിക്കാ? എടി, വിദേശത്ത് ഗൾഫിൽ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കല്യാണത്തിന് മുമ്പാണെങ്കിൽ അധികം അവിടെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത്രയധികം ലോങ്ങായിട്ട് ഇവിടെ നിന്നത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇനി എനിക്ക് പോകണടി. ബിസിനസ്സും കാര്യങ്ങളും താറുമാറാകും ഞാനൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ. ജോബ്സിന് ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആക്കണ്ടേ? പോയില്ലെങ്കിൽ പറ്റില്ലടി. അത് കേട്ട് ഹഫ്സ പൊട്ടിക്കരയുകയാണുണ്ടായത്. എൻ്റെ ഇക്ക, നിങ്ങൾ എന്തീ പറയുന്നത്? നിങ്ങളില്ലാത്തൊരു ജീവിതം ഇല്ല, എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എൻ്റെ പെണ്ണെ, അതൊക്കെ ശരിയാവും. എത്ര പ്രവാസികളുണ്ട്. അങ്ങനെ അതൊന്നും നീ വിഷമിക്കണ്ട. പക്ഷെ ജമാലിനും ഹഫ്സയിൽ നിന്ന് വേർപെട്ട് പോകാൻ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഹഫ്സയോട് സലാം പറഞ്ഞുകൊണ്ട് ജമാലത ഇറങ്ങാണ്. ഹഫ്സ, ഞാൻ ഇറങ്ങട്ടെ മുത്തേ? ഇൻഷാ അല്ലാ നമുക്ക് കാണാം. പെട്ടെന്ന് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പോയില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആകെ കുളം തോണ്ടും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഗൾഫിലെയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളുകളെ ഏൽപ്പിച്ചാലും നമ്മളൊന്ന് കെയർ ചെയ്യണം, നല്ലതാണ്. പോയിട്ട് വരട്ടെ. തലേദിവസം ആ രാത്രി അവൾക്ക് ഉറക്കം കിട്ടിയിട്ടില്ലായിരുന്നു. അവർക്ക് രണ്ടുപേരും കരയുകയായിരുന്നു. പക്ഷേ പോകുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ അതാ വേദനിക്കുന്ന മനസ്സുമായി, വിതുമ്പുന്ന ചുണ്ടുമായി, കരയുന്ന കണ്ണുകളുമായി അവർ അവിടെ നിന്ന് യാത്ര പോകുന്നു. ഹഫ്സിയെ ഒരിക്കൽ കൂടി നിറകണ്ണുകളോടെ നോക്കി ജമാൽ. അവൾ പതുക്കെ തൻ്റെ ഇക്ക പോകുന്നതും നോക്കിക്കൊണ്ടിരുന്നു. അവൾ വിതുമ്പിപ്പോയി. പിന്നീട് ആ മണിയറയിൽ അവൾ തനിച്ച്. അവൾ പൊട്ടിക്കരഞ്ഞു. ഇക്കയുടെ ഡ്രസ്സുകൾ, ഇക്ക ഉപയോഗിച്ച സാധനങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ട് നോക്കിക്കൊണ്ട്, ഇക്ക എന്തിനു പോയി എന്നെ വിട്ട്? ഒരു കുഞ്ഞിക്കാൽ കൂടി കണ്ടിട്ട് പോയിരുന്നെങ്കിൽ വല്ലാത്തൊരു സമാധാനമായിരുന്നു. അന്നാണെങ്കിൽ ഫോണും ഒന്നും സൗകര്യമില്ലാത്ത കാലമായിരുന്നു. ഹഫ്സ ഇരുന്ന് തേങ്ങി. ഫ്ലൈറ്റിൽ കയറിയപ്പോഴും ജമാലിനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചോടിയെത്തണം എന്നായിരുന്നു ചിന്ത. തൻ്റെ ഹഫ്സയില്ലാത്ത ജീവിതം അവനക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. പക്ഷേ പോകാതെ വയ്യ. ബിസിനസ് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാനെത്തി ഇടപെട്ടില്ലെങ്കിൽ അത് എല്ലാം നഷ്ടപ്പെട്ടു പോവും. അത്രക്കും ക്യാഷ് മുടക്കിയ കാര്യമാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവനത് ഓർത്തുകൊണ്ടിരുന്നു തൻ്റെ ഹഫ്സയെ. മുഹ്സിനെ വിചാരിച്ചു, പഠിച്ചവനെ, ഹഫ്സയും ജമാലും അതായി തീരുമോ? ഞാനും എൻ്റെ സിനുവും എനിക്കറിയുന്നില്ല. അവരുടെ ജീവിതം എത്രമാത്രം സന്തോഷത്തിലായിരുന്നു. പിന്നീട് അവരുടെ അവസ്ഥ. ജമാൽ ഗൾഫിലെത്തി. സങ്കടത്തോടെയാണെങ്കിലും അവനവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തൻ്റെ പ്രിയതമയെ ഓർത്തു. എൻ്റെ ഹഫ്സ. അവൻ വിചാരിച്ചു, എൻ്റെ പൊന്നിനെ ഞാൻ കൊണ്ടുവരും, വൈകാതെ കേട്ടോ. ഇങ്ങോട്ട്. ജമാൽ അവൻ്റെ ജോലിയിലും അവൻ്റെ കമ്പനിയിലും ഒക്കെ വിസിറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വിളിക്കാൻ ഫോണില്ല, കത്ത് മാത്രം. അവൻ വേദനയോടെ എഴുതി, എൻ്റെ പ്രിയപ്പെട്ട ഹഫ്സ, നീയില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും ഞാൻ നിനക്ക് പോരുവാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കും. അന്നാണെങ്കിൽ ഇത്രയധികം സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് അല്പം ലാഗ് പിടിച്ചതായിരുന്നു അതൊക്കെ. എൻ്റെ ഹഫ്സ, എനിക്ക് നീയില്ലാതെ കഴിയുന്നില്ലടി. ലെറ്റർ അയച്ചു. ഏകദേശം 15 ദിവസത്തോളം ആയതിനു ശേഷമാണ് അവൾക്ക് ആ കത്ത് കിട്ടിയത്. വേദന തിന്ന് ജീവിക്കുന്ന ഹഫ്സ അവൾക്ക് തൻ്റെ
പ്രിയപ്പെട്ട ഭർത്താവില്ലായിട്ട് ഒരു സമാധാനവും സന്തോഷവുമില്ലായിരുന്നു. പക്ഷേ എന്നാൽ അവൾ പിടിച്ചു നിന്നു. തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുണ്ടല്ലോ തന്നെ ഓർക്കാൻ എന്നോർത്ത്. അങ്ങനെ അവൾ ആ വലിയ വീട്ടിൽ കഴിയുമ്പോൾ തൻ്റെ ജമാൽക്കയുടെ ആ ഒരു ഫോട്ടോ മാത്രമായിരുന്നു അവൾക്ക് ലക്ഷ്യം. അവൾ അത് ഇടയ്ക്കിടെ എടുത്തു നോക്കും, പൊട്ടിക്കരയും. ഇക്ക കഴിയുന്നില്ല കേട്ടോ, കഴിയുന്നില്ല. അന്നൊരിക്കൽ കൂട്ടുകാരുമായി അവൾ സംസാരിച്ചിരിക്കുമ്പോൾ കൂട്ടുകാരോടായി അവൾ പറഞ്ഞു, എടി നിൻ്റെ ഇക്ക നിന്നിട്ട് പോയില്ലടി. അതെ പോയി. ഇനി എന്ന് കാണില്ലേ അറിയില്ല. അപ്പോഴെല്ലാം അവൾ കരയുകയായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം പോസ്റ്റ്മാൻ അവരുടെ വീട് ലക്ഷ്യമാക്കി വന്നു. ഹഫ്സത്ത് ആരാണ്? അവൾ പോസ്റ്റ്മാനെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നു. ആ ഞാനാണ്. ഉമ്മാക്കും ഒരു കത്ത് അവൾക്കും ഒരു കത്ത് എന്നുള്ള രീതിയിലായിരുന്നു അവൾ സന്തോഷത്തോടെ ആ ഒരു കത്ത് കിട്ടിയപ്പാടെ മുകളിലത്തെ റൂമിലേക്ക് ഓടിക്കയറി അവളത് നെഞ്ചോട് ചേർത്ത് ആദ്യമായി ഒന്ന് പൊട്ടിക്കരഞ്ഞു. പഠിച്ചോനെ, ഇക്കാൻ്റെ എഴുത്തു വന്നിരിക്കുന്നു. അവൾ ആകാംക്ഷയുടെ പ്രതീക്ഷയോടെ അത് പൊട്ടിച്ച് വായിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ആദ്യമായി അവൾ ആ കത്തുകൾ ഒരുപാട് ചുംബിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവളത് വായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഹഫ്സേ, സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി എത്തി. സത്യം പറഞ്ഞാൽ നീയില്ലാത്ത ദിവസങ്ങൾ എനിക്ക് എല്ലാം ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല കേട്ടോ. നീയില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കണം നമുക്ക്. പെട്ടെന്ന് എല്ലാത്തിനും വേണ്ടി ഒരുങ്ങിക്കോ. പിന്നെ പാസ്പോർട്ട് അതൊക്കെ എടുക്കണം. വൈകാതെ നിൻ്റെ ഇക്ക നിന്നെ ഇങ്ങ് കൊണ്ടുപോകും. നീ സന്തോഷവതിയായിരിക്കണം. അത് കേട്ട് അവൾ ഒരുപാട് സന്തോഷിച്ചു. അവൾക്കൊന്ന് ചാടിക്കളിക്കണമെന്ന് തോന്നി. എൻ്റെ ജമാൽക്ക, നിങ്ങളില്ലാത്ത ജീവിതം കഴിയില്ല കേട്ടോ. ആ ലെറ്റർ കിട്ടി വളരെയധികം സന്തോഷത്തിൽ ഇരിക്കുന്ന സമയം അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. കൈകാലുകൾ കുഴയുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, എന്തൊക്കെയോ. ഒരു ക്ഷീണം, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ബെഡിലങ്ങനെ കിടക്കാൻ തോന്നുകയാണ്. മുകളിലത്തെ റൂമിലേക്ക് കയറാനും ഇറങ്ങാനും പറ്റാത്ത അവസ്ഥ. അവൾ ഇടയ്ക്കിടെ ആ കത്തെടുത്ത് വായിച്ചു കൊണ്ടിരുന്നു. അന്ന് ഒരു കത്ത് എത്രയോ തവണ വായിക്കും. ആ കത്തുകൾ വായിക്കുമ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം വിരിയും. വീണ്ടും അത് അടച്ചു വെക്കും. എപ്പോഴൊക്കെ കാണണമെന്ന് തോന്നുന്നോ അപ്പോഴൊക്കെ ആ കത്തെടുത്ത് വായിക്കും. ഒരുപാട് ആ കത്തിൽ ചുംബിക്കും. അങ്ങനെയായിരുന്നു. മുഹ്സിന അതോർത്തു. ആ കഥ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൾക്കത് ശരിക്കും കാണാപ്പാടമാണ്. റബ്ബേ, എൻ്റെ അവസ്ഥ എനിക്ക് പേടിയാകുന്നു. എൻ്റെ സിനു, നീ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു കോൾ ചെയ്തിരുന്നെങ്കിൽ. ഒന്നും വേണ്ട, ഒരു മെസ്സേജെങ്കിലും. ഞാൻ എത്ര അയച്ചിട്ടും ഒരു റീപ്ലേയും ഇല്ലല്ലോ. ഞാൻ ആ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ഫോർ എവരി വൺ അടിക്കണോ? അതോ കാണുമോ? എനിക്കറിയുന്നില്ല. ഇതുവരെ ഓൺലൈനിൽ വന്നിട്ടില്ല. കോൾ ചെയ്യുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താ ഇനി സിം എങ്ങാനും മാറ്റിയോ? എനിക്കറിയുന്നില്ല. എന്നാലിപ്പോൾ എന്നോട് പറയാതെ. പഠിച്ചോനെ, ഹഫ്സത്ത, അവരുടെ അനുഭവം, ഹഫ്സത്തക്ക് പറ്റുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ, അവർ വളരെയധികം ടയേർഡാണ്, ക്ഷീണിതയാണ്. ഉമ്മയോട് പറയുന്നു, ഉമ്മ, എനിക്ക് ഈ കോണിയൊന്നും കയറാൻ കഴിയുന്നില്ല. എൻ്റെ കൈകാലുകൾ കുഴയുന്നു. എന്നാൽ ആ ഉമ്മ ചിരിക്കുകയാണ് ചെയ്തത്. മോളെ, ഉമ്മയുടെ ആ ഒരു ചിരി എന്താണെന്ന് അവൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. എന്താ എനിക്കിത്ര ടയേർഡായ സമയത്ത് ഉമ്മ ചിരിച്ചത്? ഉമ്മ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോളെ സാരല്ല, എൻ്റെ കുട്ടിഞ്ഞ് താഴെ കിടന്നോളൂ കേട്ടോ. മുകളിലേക്ക് അങ്ങനെ കയറിപ്പോവണ്ട. സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ വേലക്കാരത്തിയെ കൊണ്ടെടുത്ത് ഇവിടെ താഴെ വെപ്പിക്കുക. ഇവിടെ താഴെ റൂമുണ്ടല്ലോ, മോൾ ഇവിടെ കിടന്നോ. പക്ഷേ തൻ്റെ ഇക്കയുടെ കൂടെ ഞാൻ ജീവിച്ച ആ റൂമിൽ നിന്ന് വേർപ്പെടാൻ അവൾക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൾ ഉമ്മയോട് പറഞ്ഞു, വേണ്ട ഉമ്മ, ഞാൻ അവിടെ തന്നെ കിടന്നോളാം. വേണ്ട മോളെ, തൽക്കാലം കിടക്കണ്ട, ഇപ്പോൾ താഴെ കിടക്ക്. അതേ, ഇപ്പം അത്ര അങ്ങോട്ട് ഇളകണത് നല്ലതല്ല, ഒന്ന് റെസ്റ്റ് എടുക്കട്ടോ. ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക്. സ്നേഹത്തോടെ ആ ഉമ്മ ഭക്ഷണം കൊണ്ടുതരുന്നു, എല്ലാം ചെയ്തു തരുന്നു. പാവം ഉമ്മ. മോളെ, പിന്നെ എൻ്റെ കുട്ടി, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് ഉണ്ടാകാൻ പോവാണ്. അതായിരിക്കും
എൻ്റെ കുട്ടീനെ പഠിച്ചോൻ കാക്കട്ടെ, വല്ലാതെ ഇളകണ്ട കേട്ടോ. ഒന്നുണ്ടായിക്കോട്ടെ. ഉമ്മാൻ്റെ ഒരു പൂതിയായിരുന്നു മനസ്സിലത്. ആ ഉമ്മ സ്നേഹത്തോടെ അഫ്സയെ തലോടി. സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ സ്നേഹം, തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ സ്നേഹം ഒരുപാട് അവർ അനുഭവിച്ചു. അന്ന് മുതൽ അവളുടെ കിടത്തം താഴെയുള്ള റൂമിലായി. അവൾ ശരിക്കും വല്ലാതെ ആ റൂം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല. മുഹ്സിന ആ കഥ ഓർത്തു. പഠിച്ചോനെ, എത്ര സ്നേഹമുള്ള ഉമ്മയായിരുന്നു അവർക്ക് കിട്ടിയത്. എനിക്കിത്... അവൾ തേങ്ങിക്കരഞ്ഞു. ഇൻഷാ അല്ലാ നമ്മുടെ മുഹ്സിയുടെ ജീവിതം ഇനി എന്തായി തീരും, നമുക്ക് കാത്തിരുന്ന് കാണാം. അവൾ അപ്പോഴും ഹഫ്സത്തയുടെ ആ ഒരു കഥയാണ് ഓർത്തുകൊണ്ടിരുന്നത്. അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അത് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.